അന്താരാഷ്ട്ര വാർത്താ മാർക്കറ്റിൽ ഇന്ന് മെയ് 2 പുറത്തു വന്നിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാചകങ്ങൾ, ഒന്ന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന്, മറ്റൊന്ന് ഇറാൻ്റെ ഭാഗത്തുനിന്ന്. അമേരിക്ക പറയുന്നത് ഇറാൻ സമർപ്പിച്ചിരിക്കുന്ന പുതിയ സമാധാന പ്രപ്പോസൽ ഇത് അംഗീകരിക്കുന്ന കാര്യമില്ല, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീലേ വേണ്ട, ഡീലില്ലെങ്കിൽ പിന്നെ ബ്ലാസ്റ്റ് ദി ഹെൽ എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള മറ്റൊരു ഓപ്ഷൻ. എന്ന് വെച്ചാൽ ഇറാനെ അടിച്ച് തകർക്കുക എന്നാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഇറാൻ പറയുന്നത് ഞങ്ങൾ കൊടുത്ത പ്രപ്പോസൽ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിൽ വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യത കാണുന്നു. പക്ഷേ അങ്ങനെ യുദ്ധത്തിന് വന്നാൽ തിരിച്ചടി അതിമാരകമായിരിക്കും, കുറേ സർപ്രൈസ് എലമെൻറ്റുകൾ അതിലുണ്ടായിരിക്കുമെന്നാണ് ഇറാൻ്റെ മിലിറ്ററി പറയുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. കൂട്ടത്തിൽ ട്രംപ് പറയുന്നത് ആരെങ്കിലും ഏതെങ്കിലും രാജ്യം അവരുടെ കപ്പലുകളുമായി ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകാൻ വേണ്ടി ചുങ്കം കൊടുക്കേണ്ടി വന്നാൽ ആ രാജ്യത്തിനെതിരെ ഞങ്ങൾ ഉപരോധം കൊണ്ടുവരും എന്നൊരു ശക്തമായ ഭീഷണി ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ വാർത്താ മുഖത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അമേരിക്കയും ജർമ്മനിയുമായിട്ടുള്ള ഉരസലാണ് ഈ യുദ്ധത്തെ ചൊല്ലി. യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ജർമ്മനിയുടെ ചാൻസലർ പറഞ്ഞു, ഇങ്ങനൊരു യുദ്ധം ഇപ്പോൾ ആവശ്യമില്ലാത്തതാണ്, ഞങ്ങൾ ഈ രക്തത്തിൽ പങ്കാളികളല്ല എന്ന് പറഞ്ഞ് എന്ന സന്ദർഭം ഓർമ്മയുണ്ടല്ലോ. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ശക്തമായി വരികയും വ്യക്തിപരമായി ട്രംപുമായിട്ടുള്ള ബന്ധമൊക്കെ സൂക്ഷിക്കും, പക്ഷേ അമേരിക്ക ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് അംഗീകരിക്കാനേ പറ്റില്ല എന്ന് തിരിച്ചുകൊണ്ട് ജർമ്മനിയുടെ ചാൻസലർ ഫ്രൈഡ്രിച്ച് മെർസ് പറഞ്ഞത് ലോകം മുഴുവനും വാർത്താമാധ്യമങ്ങൾ വളരെ കാര്യമായിട്ട് പരിഗണിച്ചിരിക്കുകയാണ്. അതിൻ്റെ മറുവശം ഇന്നിപ്പോൾ പ്രകടമായിരിക്കുന്നത് ജർമ്മനിയിൽ ഇപ്പോൾ കഴിയുന്ന 35,000-ഓളം അമേരിക്കൻ സൈനികർ, അതിൽ 5,000 പേരെ ഉടൻ തന്നെ പിൻവലിക്കാൻ USA തീരുമാനിച്ചു എന്നുള്ള വാർത്തയാണ്. ഇത് തങ്ങൾ പ്രതീക്ഷിച്ചത് തന്നെയാണ്, 5,000 പേരെ അമേരിക്ക പിൻവലിക്കുമെന്നുള്ളത്. എന്നാൽ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് മെർസ് തുറന്നടിക്കുകയും ചെയ്ത ദിവസമാണ് ഇന്ന് മെയ് 2. എല്ലാവർക്കും അറിയാവുന്നതുപോലെ നാറ്റോയുമായുള്ള സഖ്യത്തിൽ അമേരിക്ക നിൽക്കുമ്പോൾ ഏറ്റവും വലിയ ചങ്ങാതിയായിട്ട് നിന്നയാളാണ് ജർമ്മനി. എന്നിട്ടിപ്പോൾ ജർമ്മനി ആ രംഗത്തു നിന്നെല്ലാം മാറിക്കൊണ്ട് എന്നതുപോലെ ഒരു ശത്രുവിൻ്റെ പക്ഷം നിൽക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുമാറ് പെരുമാറുകയും ഈ യുദ്ധത്തിൽ ഒരു സപ്പോർട്ടും അമേരിക്കയ്ക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ആളുകളുടെ മുന്നിൽ രണ്ടും രണ്ട് പാത്രമായോ എന്നൊക്കെ ചോദിക്കുന്നവരുടെ മുന്നിലേക്കാണ് ഇത്തരം വാർത്തകൾ കൂടി വന്നു വീഴുന്നതെന്ന് ഓർക്കണം. യുദ്ധം തുടങ്ങിയിട്ട് ഫെബ്രുവരി 28 മുതൽ ഇന്ന് വരെ 64 ദിവസങ്ങൾ പിന്നിടുമ്പോൾ UAE നിന്ന് പുറത്തു വരാൻ പറ്റിയ ഏറ്റവും നല്ല വാർത്തയായി മാറിയിരിക്കുന്നത് താൽക്കാലികമായി അടച്ചിട്ടിരുന്ന UAE എയർ സ്പേസുമായി ബന്ധപ്പെട്ട ആ നിയന്ത്രണങ്ങളൊക്കെ പിൻവലിക്കപ്പെട്ടു. വളരെ നോർമൽസിയിലേക്ക് എയർപോർട്ടുകളുടെ പ്രവർത്തനം UAE വരികയാണ്. എയർ സ്പേസിൻ്റെ ആ ഒരു നിയന്ത്രണമൊക്കെ മാറ്റി എന്ന ശുഭകരമായ സന്തോഷപ്രദായകമായ ആശ്വാസം തരുന്ന സമാധാനത്തിൻ്റെ വാർത്തയാണ്. എല്ലാവരും ഈ കാര്യം പറഞ്ഞ് വളരെ സന്തോഷിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ തന്നെ ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകളുമായി ഓരോ വിമാന കമ്പനികളും മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഷെഡ്യൂൾഡ് അല്ലാത്ത ഫ്ലൈറ്റുകളുടെ വളരെ കൂടിയ ടിക്കറ്റ് നിരക്ക് കൊടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യം മാറി കിട്ടുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. സ്പെഷ്യൽ ഫ്ലൈറ്റുകളൊക്കെ മാറി എല്ലാ ഫ്ലൈറ്റുകളും വരികയും പോവുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് UAE എത്തി എന്ന പ്രഖ്യാപനമാണ് UAEയുടെ സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഇന്ന് നടത്തിയിരിക്കുന്നത്. എങ്കിലും നമ്മുടെ മുന്നിൽ രണ്ട് പൊല്ലാപ്പുകൾ നിൽക്കുന്നുണ്ട്. ഒന്നിപ്പോൾ പെരുന്നാൾ വരികയാണ്, മെയ് മാസം അവസാനം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും യാത്ര കൂടും. അതനുസരിച്ച് വിമാന കമ്പനികൾ കൊള്ളയടിക്കാൻ വേണ്ടി പെട്ടെന്നൊരു വിലക്കയറ്റം സൃഷ്ടിക്കുമോ എന്നുള്ള ഭയമാണ് ഒരു വശത്ത് നിൽക്കുന്നത്, ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകൾ വന്നാലും. രണ്ടാമത്തെ കാര്യം, അത് കഴിഞ്ഞിട്ട് വരുന്ന വെക്കേഷൻ, അതിനെ ചുറ്റിപ്പറ്റി ഇപ്പോഴേ തന്നെ വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ച് പരമ്പരാഗത രീതിയിൽ നമ്മളെ കൊള്ളയടിക്കുമോ എന്ന് യാത്രക്കാർ ആശങ്കപ്പെടുകയാണ്. ഈ രണ്ട് കാര്യങ്ങൾ. അതിൻ്റെ കൂട്ടത്തിൽ പല രാജ്യങ്ങളിലും ഏവിയേഷൻ സ്പിരിറ്റ് കിട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളി കുറേ നാളായിട്ടുണ്ടല്ലോ. അത് വളരെ വില കൊടുത്ത് വേണം വാങ്ങാനെന്ന് പറഞ്ഞ് ടിക്കറ്റ് നിരക്കുകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടും? ഹോർമൂസ് അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അത് തുറക്കാതെ എയർ സ്പേസ് തുറന്നതുകൊണ്ടോ വിമാന കമ്പനി ഷെഡ്യൂൾഡ് പ്രഖ്യാപിച്ചത് കൊണ്ടോ കാര്യമായ മാറ്റം വരുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഏതായാലും ഇതിൻ്റെയൊക്കെ ഉത്തരം വരുന്ന മണിക്കൂറുകളിൽ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. കുറച്ച് ദിവസങ്ങളായി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പല യാത്രകളും മുടങ്ങിപ്പോയി ഒരുപാട് ആളുകളുണ്ട്. എന്തിന് നാട്ടിലൊക്കെ ചെറിയ ലീവിന് വേണ്ടി പോയിട്ട് അവിടെ പെട്ടുപോയി എന്ന അർത്ഥത്തിൽ ഞങ്ങളെ വിളിച്ചിട്ട് ഇനി വിസയ്ക്ക് വല്ല പ്രശ്നം വരുമോ, ഇങ്ങനെ നീട്ടി കിട്ടുമോ, കുറച്ച് ദിവസം നീട്ടി കിട്ടിയെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞാലും കിട്ടുമോ, വന്നിറങ്ങാൻ പറ്റുമോ എന്നുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുന്നവർ,
വിസിറ്റ് വിസയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത് പോലെ നിന്നിട്ട് പോകാൻ പറ്റാതെയായി. വലിയ ടിക്കറ്റിൽ നിന്നും കാശെടുത്ത് കൊടുക്കാൻ ഇല്ലാതെ വന്നുപോയ ഒരുപാട് ആളുകൾ, അവരുടെ സങ്കടാവസ്ഥ അതൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇതിലൊക്കെ മാന്യമായിട്ടുള്ള പരിഹാരങ്ങൾ ഉണ്ടാകുമോ എന്നെല്ലാവരും നോക്കിയിരിക്കുകയാണ്. UAE പ്രശസ്തമായ അൽ ഹിന്ദ് എന്ന പ്രസ്ഥാനത്തിന് പാസ്പോർട്ട് സേവനങ്ങളുടെ അവകാശം കിട്ടിയ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം അറിഞ്ഞതാണ്. അതിനെ ചുറ്റിപ്പറ്റി 300-ലധികം ജീവനക്കാരെ നിയമിക്കുന്നു എന്നുള്ള കാര്യവും ഞങ്ങൾ വാർത്തകളിൽ കൊടുത്തതാണ്. അൽ ഹിന്ദിൻ്റെ ഷാർജ അൽ ഹിന്ദ് ടവർ ഓഫീസിൽ നാളെ മുതൽ വാക്ക്-ഇൻ ഇൻ്റർവ്യൂ അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് നീങ്ങുകയാണ്. ഒരുപാട് പ്രൊഫഷണലായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു വാക്ക്-ഇൻ ഇൻ്റർവ്യൂ ഒക്കെ നടക്കുന്നത്. അപ്പോൾ അർഹതപ്പെട്ട ആളുകൾക്ക് ഇതൊരു അൽ ഹിന്ദിൻ്റെ കാര്യം ഒരു സൂചനയായിട്ട് പറയുന്നതാണ്. ഒരുപാട് കമ്പനികൾ ഇപ്പോൾ ഈ സമയത്ത് പ്രാഥമികമായി ജീവനക്കാരെ ശമ്പളം കുറച്ചു, പിരിച്ചുവിട്ടു എന്നൊക്കെ വാർത്തകൾ ആദ്യം വന്നെങ്കിലും അതല്ല, ഈ ഭൂമിക, ഈ പ്രദേശം, പ്രത്യേകിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വളരെ സജീവമായി തന്നെ തൊഴിൽ മാർക്കറ്റിനെ സ്ഥിരതയോടുകൂടി കൊണ്ടുപോകാൻ പറ്റുന്ന മാർക്കറ്റാണെന്ന് കഴിഞ്ഞ 50-60 വർഷങ്ങളിലെ ശീലം മനസ്സിലുള്ളപ്പോൾ അതിലാശങ്ക വേണ്ടാന്ന് കരുതിക്കൊണ്ട് തന്നെ ഏറ്റവും നല്ല തൊഴിലിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ഇത് ചരിത്രത്തിൻ്റെ ബോധത്തിൽ നിന്ന്, കഴിഞ്ഞകാല സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. അത്തരം പ്രതീക്ഷകളുമായി തന്നെ മുന്നോട്ട് നീങ്ങുക. ആരുടെയും കച്ചവടം, കമ്പനി, ഫാക്ടറി ഇതൊന്നും പ്രശ്നം വരാത്ത രീതിയിൽ, ആരുടെയും തൊഴിലിന് പ്രശ്നങ്ങളൊന്നും വരാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ തക്ക ശക്തിയിൽ തന്നെയാണ് രാജ്യം പോകുന്നതെന്ന് ഭരണാധികാരികൾ ഉറപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ അതുമായി നമ്മൾ മുന്നോട്ട് നീങ്ങി നല്ല ജീവിതം കരുപിടിപ്പിക്കുക. നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർമാർക്കറ്റ്, കല്യാൺ ജുവല്ലേഴ്സ്, ലുലു, അരീൻ ബേക്കേഴ്സ്, e-lessons.net, ഫിറ ഫുഡ്സ്, ധന്വന്തരി ആയുർവേദ, അൽ-സൂദ് കാർഗോ, ഗോൾഡ് സ്റ്റാർ റെന്റ് കാർ, ഡോക്ടർ റസീനാസ് ആയുർവേദിക് ക്ലിനിക്, ഐൻ ഗോൾഡൻ ഡയമണ്ട്സ്, ചോക്കോ വേൾഡ്, വിന്റേജ് ലക്സ് റിയൽ എസ്റ്റേറ്റ്, പാർത്ത സിഗ്നേച്ചർ, അബു ഷഗാര ഷാർജ.